എങ്ങനെ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാമെന്നും അതുപോലെ തന്നെ എങ്ങനെ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് പ്രിൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, നമുക്ക് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിക്കകത്തുള്ള ഒരു ഫംഗ്ഷനാണ് ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് സിംപ്ലി അതിൻ്റെ സിൻറ്റാക്സ് കൂടെ ജസ്റ്റ് ഇവിടെ കൊടുക്കാം. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യുന്നത്, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എങ്ങനെ റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് ഗെറ്റ്സ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ സ്ട്രിങ് വേരിയബിളിൻ്റെ പേര് പറയും. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്തെടുക്കാൻ പോകുന്നത് ജസ്റ്റ് നോക്കാം. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനൊക്കെ ഡിഫൈൻ ചെയ്ത് കിടക്കുന്നത് ഇതിൻ്റെ അകത്തായിരിക്കും, stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൻ്റെ അകത്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതെന്ത് ഫംഗ്ഷനാണ്, ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ് അല്ലേ, കമ്പ്യൂട്ടർ സംബന്ധിച്ചാലും അത് റീഡ് ചെയ്തെടുക്കണം. സോ ഇറ്റ്സ് എ ഇൻപുട്ട് ഫംഗ്ഷൻ. സോ അബൌട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഞാൻ #include എന്ന് പറയുന്ന പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നു, ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ മെയിൻ ഫംഗ്ഷൻ void എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ട് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, ക്യാരക്ടർ ഓഫ് ഒരു ക്യാരക്ടർ അവിടെ ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യാണ്, ഞാൻ നമ്മുടെ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പോവാണ്. ഗെറ്റ്സ് ബ്രാക്കറ്റിൻ്റെ അകത്ത് സ്ട്രിങ്ങിൻ്റെ വേരിയബിൾ നെയിമാണ്, ഇതിലേക്കാണ് എടുത്ത് വെക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ക്യാർ എന്ന് പറയുന്ന എ എന്ന് പറഞ്ഞ സാധനം ഡിഫൈൻ ചെയ്തിരുന്നു, എക്കകത്താണ് ഞാൻ എടുത്ത് വെക്കാൻ പോകുന്നത്. സോ ഞാൻ ചെയ്യുന്നു ഗെറ്റ്സ് ഓഫ് എ എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്യുന്നു. ഗെറ്റ്സിൻ്റെ അകത്ത് എ എന്ന് പറയുന്ന വേരിയബിൾ നെയിം അവിടെ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ക്രീൻ അവിടെ തന്നെ റിമൈൻ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഗെറ്റ് CH എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യും. അത് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡെഫിനേഷൻ കിടക്കുന്നത് conio.hൻ്റെ അകത്താണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, conio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു, #include conio.h. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, അവിടെ ഒരു അരേൻ്റെ സൈസ് ഒരു അര തന്നെ ആയിട്ടോട്ടെ. അര എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എന്താണ് പറയും, ജസ്റ്റ് ഞാനൊരു അര അവിടെ ക്രിയേറ്റ് ചെയ്തു, സൈസ് അതിൻ്റെ 20. അപ്പോൾ 20 ലൊക്കേഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കുന്നു, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒരു ക്യാരക്ടർ അര അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പൈൽ കൊടുക്കുകയാണ്. എററുകളോ വാണിങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഡീബഗിൽ പോകുന്നു, റണ്ണ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ജസ്റ്റ് നമുക്ക് കീബോർഡ് വഴി എന്ത് കൊടുക്കാം, വാല്യൂസ് കൊടുക്കാം, എൻ്റർ കൊടുക്കാം. ഓക്കെ, അപ്പം അവിടെ വാല്യൂസ് റീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിനൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഒരു സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുട്സ് എന്ന് പറയുന്ന ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുട്സ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കാര്യം കൂടെ ഞാൻ അവിടെ ചേർക്കാം. അവിടെ പ്രിൻറ്റിങ്ങിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്, അതായത് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് പ്രിൻറ്റ് ചെയ്യുന്ന സിൻറ്റാക്സ് എന്ന് പറയുന്നത് സിൻറ്റാക്സ്. ഓക്കെ, പുട്സ് എന്നിട്ട് കൊടുത്തിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് സ്ട്രിങ് വേരിയബിൾ നെയിം കൊടുക്കുക, സ്ട്രിങ് വേരിയബിൾ നെയിം. ഓക്കെ, അവിടെ ചുമ്മാ കമൻറ്റ് ചെയ്താണ് കേട്ടോ, അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആവശ്യം. ഞാൻ ജസ്റ്റ് പുട്സ് യൂസ് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് എക്കകത്തിലാണ് പ്രിൻ്റ് ചെയ്യണം അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എ കൊടുക്കുന്നു, എന്ത് ചെയ്യുന്നു, പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ കൊടുക്കുന്നു, എററുകളൊന്നും വന്നില്ല, ഡീബഗിൽ പോയിട്ട് റൺ ചെയ്യണം. ഓക്കെ, ABC എന്ന് കൊടുക്കണം. ഓക്കെ, എൻ്റർ അടിക്കുകയാണ്.
അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്ത് തന്നു? ABC എന്ന് പ്രിൻറ്റ് ചെയ്ത് തന്നു. അതായത് ഞാനിവിടെ ABC എന്ന് കൊടുക്കുമ്പോൾ അവിടെ കീബോർഡ് എന്തിന് വെയിറ്റ് ചെയ്യായിരുന്നു? റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നു. അതായത് ഗെറ്റ്സ് വർക്ക് ചെയ്യായിരുന്നു. അപ്പം ഞാൻ ABC കൊടുത്ത് എൻ്റർ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അവിടെ എക്കകത്ത് എ എന്ന് പറയുന്ന അരേൻ്റെ അകത്ത്, അര എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറയും, ജസ്റ്റ് അതിലേക്ക് സ്റ്റോർ ആവുന്നു മാത്രം. അപ്പം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എക്കകത്ത് സ്റ്റോർ ചെയ്ത് കിടക്കുന്ന സ്റ്റോറിയിൽ എയിലേക്ക് കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി ആ എയിൽ കിടക്കുന്ന സ്ട്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്യാണ്? പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഇവിടെ എന്ത് ചെയ്തു? ABC വീണ്ടും അവിടെ പ്രിൻ്റായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്തെടുക്കുകയും ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് പ്രിൻറ്റ് ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. അപ്പം ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്തെടുക്കാൻ എന്ത് യൂസ് ചെയ്യാം? ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യുന്ന കേസും സിംഗിൾ ക്യാരക്ടേഴ്സ് പ്രിൻറ്റ് ചെയ്യുന്ന കേസും ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പം അതിന് പകരം ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എങ്ങനെ റീഡ് ചെയ്തെടുക്കാം എന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനാണ് സിംപ്ലി നമ്മളിത് വിളിക്കുക സ്ട്രിങ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യുന്നതും പ്രിൻറ്റ് ചെയ്യുന്ന കേസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.